ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അവാർഡുകളും രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 കലാകാരന്മാർക്കാണ് പുരസ്കാരം. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളമെന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ബഹളത്തിനിടെ ഖനിധാതു ഭേദഗതി ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ലോക്സഭയും രാജ്യസഭയും തീരുമാനിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിദ്യാർത്ഥി സമരം ഉൾപ്പെടെ ഏത് വിഷയത്തിലും വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് കത്ത് നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാർ പൂർണ്ണ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും പ്രതിപക്ഷം ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത 66-ൽ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വെള്ളക്കെട്ടും ഡ്രെയിനേജ് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി 42.6 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 14.05 കോടി രൂപ ആലപ്പുഴ ജില്ലയ്ക്കും 28.55 കോടി രൂപ കൊല്ലം ജില്ലയ്ക്കുമാണ് വകയിരുത്തിയിരിക്കുന്നത്. പുന്നപ്പറ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, ഓച്ചിറ, കരുനാഗപ്പള്ളി, ചവറ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് ഈ നടപടി ആശ്വാസകരമാകും. CBSE 12ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.government.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയും നിലവിലെ സ്ഥിതിയും വിലയിരുത്തുന്നതിനായി 5-അംഗ ഉപസമിതി പരിശോധന നടത്തി. പ്രധാന അണക്കെട്ടിലെയും ചെറിയ ഡാമിലെയും സ്ഥിതിഗതികൾ സംഘം വിലയിരുത്തി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും നാളെ ഉണ്ടാകും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരദേശ പ്രദേശങ്ങളിൽ നാളെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വെള്ളപ്പൊക്കത്തിൽ സംസ്ഥാനത്ത് 129 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നഷ്ടം സംഭവിച്ച കർഷകർക്ക് വിത്തും നടീൽ വസ്തുക്കളും സൌജന്യമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൃഷിനാശത്തിന്റെ കണക്കെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സൌന്ദര്യയുടെ ഭാഗമായി 10 ലക്ഷത്തോളം രൂപയുടെ വ്യാജ സൌന്ദര്യവർദ്ധക വസ്തുക്കൾ സംസ്ഥാനത്ത് പിടികൂടിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചില ലിപ്സ്റ്റിക്, ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായ പരിധിയേക്കാൾ കൂടുതലായി മെർക്കുറിയുടെ അംശം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു. സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ യുവജനത ജാഗരൂകരാകണമെന്ന് മന്ത്രി OJ ജനീഷ്. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിൽ സംഘടിപ്പിച്ച നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സംസ്ഥാനതല കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം നഗരസഭ, ICDS അർബൻ 2 എന്നിവയുമായി സഹകരിച്ച് 2 ദിവസത്തെ സംയോജിത ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം കിഴക്കേക്കോട്ട EK നയനാർ പാർക്കിൽ നാളെ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് ട്രേഡ് ഫെയർ. HS ഷിപ്പ്യാർഡ് ജർമ്മനിക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച കപ്പൽ MS മാരിയ കൈമാറി. ജർമ്മൻ കമ്പനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന 8 യാനങ്ങളിൽ രണ്ടാമത്തേതാണ് MS മരിയ. ഡോക്ടർ M ലീലാവതി രചിച്ച ഭാരതലോകം എന്ന പുസ്തകം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും മുഹൂർത്തങ്ങളെയും കുറിച്ച് ആഴത്തിൽ അറിവുള്ളവർക്ക് മാത്രമാണ് ഇത്തരം രചന സാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള സാങ്കേതിക സർവകലാശാല BTech 5ാം സെമസ്റ്ററിൽ നടപ്പിലാക്കിയിരുന്ന ഇയർ ബാക്ക് രീതി താൽക്കാലികമായി ഒഴിവാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി റോജി M ജോൺ. പുതിയ KTU സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യ മലേഷ്യ സംയുക്ത വ്യോമസേന അഭ്യാസം ഉദാരശക്തിക്ക് മലേഷ്യയിലെ സുബാങ് എയർബേസിൽ തുടക്കമായി. ഇരു വ്യോമസേനകളും തമ്മിലുള്ള ഏകോപനവും പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുകയാണ് വ്യോമാഭ്യാസത്തിന്റെ ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.